അസ്സലാമു അലൈക്കും. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അതും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വ്ളോഗ് പോലെ ചെയ്യുന്നത്. എനിക്കറിയില്ല എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഇങ്ങനെ മിസ്റ്റേക്സൊക്കെ നന്നായി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു സൺഡേ ആണ് കേട്ടോ. സൺഡേ വൈകിട്ടാണ് ഞങ്ങൾ പോയത്. അതുപോലെ ടൗണിൽ മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. വലിയ ആവോലിയും പിന്നെ അതുപോലെ സ്രാവൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ഒരു മീനാണ് കേട്ടോ എടുത്തത്. ഞങ്ങൾക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, കറിക്കൊന്നുമല്ല. കറിയൊക്കെ ഉണ്ടായിരുന്നു, ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും മീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് വാങ്ങി. പിന്നെ ഞങ്ങൾക്ക് മോർണിംഗ് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഒക്കെ വാങ്ങണ്ടായിരുന്നു. പക്ഷെ ഞാൻ വാങ്ങാൻ പോയില്ല. ഞാൻ ഈ ഒരു മീൻ കട്ട് ചെയ്യണത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഞാൻ മീനൊക്കെ കൊണ്ടുവന്നാൽ ഞാനത് വെട്ടുന്നത് വരെ ഞാൻ അവിടെ ഇരിക്കും. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ഇരുന്നത്. പക്ഷെ ഞങ്ങളിതൊക്കെ വാങ്ങി വരുമ്പോൾ ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഒരു KL52 എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് പുതിയത് ഓപ്പൺ ആയിട്ടുണ്ട്. പുതിയതല്ല, കുറച്ചായി തോന്നുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഒരു മാസം മുമ്പ് ഞങ്ങൾ പോയിരുന്നു. അപ്പം അങ്ങനെ ഫുഡ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി, നല്ല ഇഷ്ടമായി. അപ്പം അങ്ങനെ ഞങ്ങൾ പോയതാണ്. ഞങ്ങൾ പോയി. നല്ല ഫുഡാട്ടോ. അവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയിരുന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റും. നല്ല ഫുഡൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും വന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരമായിട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ മേലെയാണ് ഞങ്ങൾ പോയത്. ഫുഡ് ഓർഡർ ചെയ്തു. പക്ഷേ ഫസ്റ്റ് ഞങ്ങൾക്ക് ലൈമാണ് കിട്ടിയത്. ലൈം വന്നതിന് ശേഷം കേട്ടോ പിന്നെ ഫുഡ് വന്നത്. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും അൽഫാമും പിന്നെ ചിക്കൻ കൊണ്ടാട്ടം അതുപോലെ ബീഫ് കൊണ്ടാട്ടമൊക്കെയാണ് ഓർഡർ ചെയ്തത്. അൽഫാം സൂപ്പറാട്ടോ. അതുപോലെ തന്നെ ബീഫ് കൊണ്ടാട്ടം. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ മേലെയാണ് കയറിയിരുന്നത്. പക്ഷെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആട്ടോ. അവിടെ അടിയിൽ തന്നെ നല്ല രസമാണ്.